നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അപ്പൊ വാ ഗൗതം, നമുക്ക് അച്ഛനെ ഒന്ന് കാണാം. 3 crores വേണം സർ, എന്നാലേ കാര്യം നടക്കുള്ളൂ. ഒരു ഓടി അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല സർ, പേഴ്സണലാണ്. ബിസിനസ് അക്കൗണ്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്. ശരി സർ, എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. ഓക്കെ, താങ്ക് യു സർ. ഞങ്ങൾ അച്ഛനും അമ്മയും എവിടെയൊക്കെ നോക്കി. ഫണ്ട് അറേഞ്ച് ചെയ്യാൻ എന്തെങ്കിലും വഴിയുണ്ടോ നോക്കുകയായിരുന്നു. ഈ വീട്ടിലൊന്നും പരസ്യമായി പറ്റില്ലല്ലോ, നമ്മളിവിടുത്തെ അന്തേവാസികളായി പോയില്ലേ. ബാങ്ക് മാനേജർ എന്താ പറഞ്ഞേ? 3 കോടിയൊന്നും അനുവദിക്കാൻ പറ്റില്ല എന്ന്. എല്ലാ വഴികളും ആ CKC നമ്മുടെ വസുവും കൂടി അടച്ചു കളഞ്ഞു പാറും. ഒന്നും ചെയ്യാൻ വസു സമ്മതിക്കുന്നില്ല. ഉള്ള വഴികളെല്ലാം കൂടി ഇവരെന്തിനാ ഇങ്ങനെ മുട്ടിക്കുന്നേ? ഇതേ കാര്യം സംസാരിക്കാനാണ് ഞങ്ങളും അച്ഛനെ അന്വേഷിച്ചത്. നമുക്ക് ആ ഹൈദരാബാദ് ബ്രാഞ്ചിൽ നിന്നും കുറച്ച് ഫണ്ട് മറിക്കാൻ പറ്റുമോ അച്ഛാ? അവിടുത്തെ കാര്യങ്ങളൊക്കെ നിനക്ക് അറിഞ്ഞൂടെ? തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. 1 രൂപ പോലും പ്രോഫിറ്റ് വന്ന് തുടങ്ങിയിട്ടുമില്ല. 3 കോടി പോയിട്ട് 3 ലക്ഷം ഇപ്പൊ വലിച്ചാൽ പോലും പ്രോജക്റ്റ് സ്റ്റക്കാവും. എത്ര നടന്നു കരുതിയാ നമ്മൾ ഈ CKCയും ജ്യോതിർമയെയും സഹിക്കുന്നത്? എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിച്ചല്ലേ പറ്റൂ. തൽക്കാലം ഒരു 3 കോടി രൂപയുടെ ആവശ്യമല്ലേ ഉള്ളൂ. നിങ്ങളെ കടമായി ചോദിച്ചാലും ആരെങ്കിലും തരില്ലേ? സഹായിക്കാൻ 1000 പേരുണ്ടാവും. ശത്രുക്കൾ പോലും സഹായിക്കാൻ തയ്യാറാവും. പക്ഷേ എല്ലാവരും മുന്നോട്ട് വരുന്നത് മുതലെടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അച്ഛൻ പറഞ്ഞ ശരിയാ. ബിസിനസ്സുകാരെല്ലാം പരസ്പരം വിഴുങ്ങാൻ കാത്തു നിൽക്കുക. തുച്ഛമായ പണം പോലും ഈശ്വരമംഗലം ഗ്രൂപ്പിന് കടം വാങ്ങേണ്ടി വന്നുവെന്ന് പുറം ലോകം അറിഞ്ഞാൽ വെളിയിൽ പറക്കാൻ പോകുന്ന ന്യൂസ് പിന്നെ ഇതൊന്നും ആയിരിക്കില്ല. അത് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന്റെ വരെ മനസ്സ് മാറ്റും. ബിസിനസ്സാണ്, തകർന്നു തുടങ്ങിയാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല. ചില്ല് കൊട്ടാരം പോലെ തന്നെ എല്ലാം തകർന്നടിയും. ഈ നിസ്സാര എമൗണ്ടിന് വേണ്ടി സർവ്വതും നഷ്ടപ്പെടുത്തേണ്ടി വരും.